ഒരു വ്യക്തിയുടെ മാനസിക ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി. എസ്രഫ് അർമഗൻ ജന്മനാ അന്ധനായിരുന്നു. തുർക്കിയായിരുന്നു അവൻ്റെ ജന്മദേശം. അവന് ശില്പങ്ങൾ നിർമ്മിക്കുന്നതിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ചുറ്റുമുള്ള ലോകത്തെ തൊട്ടറിഞ്ഞും പര്യവേഷണം നടത്തിയും അവൻ ശില്പങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. അവനൊരു ശില്പിയെ കണ്ട് തൻ്റെ ആഗ്രഹങ്ങൾ അറിയിച്ചു. എന്നാൽ നിനക്കൊരു ശില്പിയാകാൻ പറ്റില്ല, നീ അന്ധനല്ലേ. ശില്പത്തിൻ്റെ ഓരോ ഭാഗവും വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ടതാകയാൽ ഒരന്ധൻ അത് കഴിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എസ്രഫിനെ നിരുത്സാഹപ്പെടുത്തി. എന്നാൽ എസ്രഫ് അശേഷം നിരാശനാകാതെ താൻ ഒരു ശില്പിയാകുവാൻ തന്നെ തയ്യാറെടുത്തു. അവൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഉറച്ച ചുവടുകളോടെ നീങ്ങി. തൻ്റെ സ്പർശനശക്തി മാത്രം പ്രയോജനപ്പെടുത്തി അവൻ ശില്പങ്ങൾ നിർമ്മിക്കുവാൻ തുടങ്ങി. ജീവൻ തുടിക്കുന്ന വലിപ്പമുള്ള ആനകളെ ഉൾപ്പെടെ അനേകം അതിശയിപ്പിക്കുന്ന ശില്പങ്ങൾ അന്ധനായ എസ്രഫ് സൃഷ്ടിച്ചു. ഇന്ന് ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന എസ്രഫിൻ്റെ കല ലോകമെങ്ങും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ശാരീരിക വൈകല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ കഴിവിനെ അളക്കുന്നത് ശരിയായ രീതിയല്ല. ഒരു വ്യക്തിയുടെ മാനസിക ശക്തിയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ശക്തി. കണ്ണുകൾ കൊണ്ട് മാത്രമല്ല കാണുക, അന്ധർ കാണുന്നത് കരങ്ങൾ കൊണ്ടും കാതുകൾ കൊണ്ടുമാണ്. ശാരീരിക ബലഹീനതകളുള്ള എത്രയോ പേർ മറ്റവയവങ്ങളുടെ പ്രവർത്തനം മൂലം തങ്ങളുടെ ബലഹീനതകളെ അതിജീവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എത്രയോ ആളുകൾ യാതൊരു ബലഹീനതയുമില്ലാത്തവരേക്കാൾ ഉന്നത നിലകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ബലഹീനത നമ്മുടെ മനസ്സിൻ്റെ ബലഹീനതയാണ്. എന്നാൽ നമ്മുടെ ശാരീരിക ബലഹീനതകളെ അംഗീകരിക്കുവാൻ നമുക്ക് കഴിയണം. ഒരു വ്യക്തിയുടെ ഉത്സാഹവും നിശ്ചയദാർഢ്യവും ഏതു ബലഹീനതകളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ ആ വ്യക്തിയെ പ്രാപ്തമാക്കുന്നതാണ്. ശാരീരിക വെല്ലുവിളികളെ നേരിടുന്നവർ മറ്റു പല രംഗങ്ങളിലും കൂടുതൽ കഴിവുകളുള്ളവരാണ്. അന്ധർക്ക് കാഴ്ചയുള്ളവരേക്കാൾ സ്പർശനശക്തി കൂടുതലുണ്ടല്ലോ. അത് ദൈവം അവർക്ക് നൽകിയ കഴിവാണ്. ഒരു പക്ഷേ സ്പർശനത്തിലൂടെ മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനാൽ അവർ ശ്രദ്ധയോടെ സ്പർശിക്കുന്നത് കൊണ്ടാവാം. എങ്ങനെയായാലും വെല്ലുവിളികളെ നേരിടുന്നവർ അതിനെ അതിജീവിക്കുവാൻ പ്രാപ്തരായിത്തീരും. ശാരീരിക വെല്ലുവിളികൾ മാത്രമല്ല, ജീവിതത്തിൽ വിവിധങ്ങളായ വെല്ലുവിളികളെ ഉറച്ച മനസ്സോടും ധൈര്യത്തോടും കൂടെ നേരിടുവാൻ നമുക്ക് സാധിച്ചാൽ നാം എല്ലാവരും വിജയികളായിത്തീരും.